എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? ഞാൻ ജനിച്ച സമയത്ത് സീരിയൽ അഭിനയിക്കാൻ തുടങ്ങിയ ആൾ. എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലടാ. എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്തെന്ന് പറയാനാ. ഞാൻ അങ്ങനെ ഇതിന് മുന്നേ ഒരു ഇന്റർവ്യൂ കൊടുത്തതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെ ഞാനും യൂസ് ചെയ്യുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഡയറ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ മുഖമൊക്കെ ഇങ്ങനെ ബ്ലഷ് ചെയ്യുന്നു. റെഡ് ആപ്പിളിന്റെ എന്താ പറയാ, ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ മനസ്സിലെ സന്തോഷമാണോ ഇങ്ങനെ പുറത്തു വരുന്നത്? ഒരുപക്ഷെ അതുമായിരിക്കാം. വലിയ കാര്യമായിട്ട് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കാറൊന്നുമില്ല. നല്ല ഭർത്താവ്, അതെ, നല്ല ഭർത്താവ്, നല്ല മകൻ, നല്ല ഫാമിലി, അമ്മ, എല്ലാരും, അനിയനും, അങ്ങനെ എന്തുകൊണ്ടും വലിയ സങ്കടങ്ങളൊന്നും ദൈവം അധികം തന്നിട്ടില്ല. അതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. നമ്മളെ മില്ലീനിയം ഓഡിയോസിൽ നിന്ന് പോയ ഒരാളാണ്. വീണ്ടും ഈ മില്ലീനിയം ഓഡിയോസിന്റെ സ്റ്റുഡിയോയില് നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്നു. 25 വർഷത്തിന് ശേഷം. 25 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ എല്ലാവരും കേട്ട് എൻജോയ് ചെയ്ത, അതായത് ഈ 2025 ആളുകൾ യൂട്യൂബിൽ ആ പാട്ട് തെരഞ്ഞു കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ മിക്കവർക്കും ചിലപ്പോൾ സരിത ചേച്ചിയാണ് അത് എന്ന് അറിയില്ല. ഇപ്പൊ ചേച്ചി പറഞ്ഞപ്പോഴാണ് എനിക്ക് അറിയുന്നത്. കാരണം ഞാൻ ആ പാട്ട് കേട്ടിട്ടുണ്ട്, പക്ഷെ ചേച്ചിയാന്ന് അറിയില്ലായിരുന്നു. അത് ഏത് പാട്ടാന്ന് പറയൂ? മംഗല്യം കഴിക്കാതെ അന്ന് നാം പിരിച്ചില്ലേ, ആ പാട്ട്. അന്ന് പക്ഷെ തേപ്പ് ഒന്നും ഇല്ലാത്തോണ്ട് ചേച്ചി രക്ഷപ്പെട്ടു. അതെ, സത്യം. പക്ഷെ നഷ്ടപ്രണയം എന്നൊരു സംഭവത്തില് ഏറ്റവും കൂടുതൽ ആളുകൾ ഫീലായി ചെയ്യുന്ന ഒരു പാട്ടാണ്, അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു പാട്ടാണ് അത്. എല്ലാ പട്ടാളക്കാരും ഇപ്പോഴും അതിന്റെ കമന്റ് ബോക്സിന്റെ അടിയിലുണ്ട്, ഞാനൊരു പട്ടാളക്കാരനാണ്, എനിക്കും എൻ്റെ ഭാര്യയെ മിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നഷ്ടപ്രണയത്തെ കുറിച്ച് ഭയങ്കരമായി എഴുതിയ ഒരു പാട്ടാണ്. അന്നത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആൽബം ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെ കൊച്ചുകുട്ടിയായിരുന്നു. അതെ, ഇതിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അന്ന് പഠിക്കായിരുന്നോ? അന്ന് എന്തോ 10th കഴിഞ്ഞു, എന്തായാലും +1 +2 പ്രായമാണ്. അപ്പോ ആ സമയത്ത് എന്താണ് ഇത്, കഥ എന്താണെന്നൊന്നും അറിയത്തില്ല. പറഞ്ഞു തരുന്നു, അത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ തേപ്പ് കാര്യം എന്നൊക്കെ പറയണത് ഇപ്പൊ ഈ ഒരു ഇടയ്ക്കാണ് ട്രെൻഡായി മാറിയത്. അന്നൊന്നും അറിയില്ല. ആരെയോ ഇഷ്ടപ്പെട്ട ഒരാളെ കാത്തിരുന്നു, അവസാനം പുള്ളി വന്നു കഴിഞ്ഞപ്പോ കല്യാണം കഴിച്ചു. അതെ, കല്യാണം കഴിച്ചു, ഒരു പെൺകുട്ടി, അങ്ങനെ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഇപ്പോഴാണ് ഇപ്പൊ കൂടി സൂര്യനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് തേപ്പുകാരി ആയിരുന്നല്ലേ, അപ്പോഴാണ് ഞാൻ അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ ഉണ്ടല്ലേ എന്നുള്ളത്. കൽബാണ് ഫാത്തിമ എന്ന ആൽബത്തിൽ ഒരു ഹിറ്റ് പാട്ടാണ് ഇത്. അന്ന് ചെയ്യുമ്പോ ഇത് വിചാരിച്ചിരുന്നോ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആളുകൾ ഏറ്റുപാടുന്ന ഒരു പാട്ടായി മാറുന്നൊക്കെ? ഇല്ല, ഒരിക്കലും ഇല്ല. എവിടെയെങ്കിലും പോകുമ്പോ ഇങ്ങനെ ആളുകൾ തിരിച്ചറിയാറുണ്ടോ ഇത് ആൽബത്തിലെ കുട്ടിയല്ലേ? പിന്നെ തീർച്ചയായിട്ടും മലപ്പുറം ഏരിയയിലൊക്കെ പോകുമ്പോ ആൽബമേ അറിയുള്ളൂ അവർക്കൊക്കെ. കോഴിക്കോട് മലപ്പുറം ഏരിയയിലോട്ടൊക്കെ പോകുമ്പോ അവർക്ക് ആൽബമേ അറിയത്തുള്ളൂ. സീരിയലൊന്നും അധികം കാണാത്ത ആൾക്കാരാന്ന് തോന്നുന്നു അവിടെ. ഈ ആൽബത്തിലുള്ള അങ്ങനെ പറയാറുണ്ട്. എങ്ങനെ ഈ ആളുകൾ തിരിച്ചറിഞ്ഞ ഏറ്റവും ഒരു കൗതുകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? പണ്ട് സുകുമാരി ആന്റീനെ ചവിട്ട് മകൾ മരുമകൾ എന്ന് പറഞ്ഞ സീരിയലാ. അപ്പോ രശ്മി സോമനാണ് ഹീറോയിൻ, ഞാൻ നെഗറ്റീവ് ക്യാരക്ടറും. അപ്പോ ഞാൻ മരുമകളാണ്. അപ്പൊ അമ്മായിയമ്മേനെ ചവിട്ടി പുറത്താക്കുന്ന ഒരു സീനുണ്ട്, സുകുമാരി അമ്മേനെ. അത് ആർക്കും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പോൾ അന്ന് ഈ യൂട്യൂബും കാര്യങ്ങളൊന്നും വലുതായിട്ടില്ലല്ലോ. അപ്പോൾ അത് കണ്ടിട്ട്, എപ്പിസോഡിൽ കണ്ടിട്ട് എന്നെ റോഡ് ക്രോസ് ചെയ്ത് വന്നൊരു ചേച്ചി, ഭയങ്കര ചേച്ചിയല്ല, ഒരു അമ്മുമ്മ, വഴക്ക്. ഞാൻ കൊച്ചിൻ കലാഭവനിൽ, അമ്മ അവിടുത്തെ ടീച്ചറാണ്. അപ്പോൾ അവിടെ എപ്പോഴും പോവും. പിന്നെ ഞാൻ അവിടെ ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് പോയിട്ട് ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു, ബസ്സിൽ പോകുന്ന വഴിയാണ് വന്നിട്ട് ഇങ്ങനെ ഭയങ്കര വഴക്കൊക്കെ പറയുമായിരുന്നു. ഷൗട്ട് ചെയ്തു? നല്ലോണം ഷൗട്ട് ചെയ്തു. അപ്പൊ എന്തായിരുന്നു റിയാക്ഷൻ? എന്തായിരുന്നു? പേടിച്ച് പറിച്ച് നിൽക്കും. അതൊന്നും വലിയ പ്രായമില്ലല്ലോ, എന്തോ അന്നൊന്നും വലിയ അറിവില്ല. സത്യം പറഞ്ഞ കുറച്ചൊക്കെ വിവരം വന്നത് ഈ റീൽസും യൂട്യൂബും ഒക്കെ നല്ല ഇതായത് കൊണ്ടാണ്. അന്നൊക്കെ എന്താണോ അവര് തരുന്നത് അത് ചെയ്തിട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഭയങ്കര ഒരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവല്ലേ? റോഡ് ക്രോസ് ചെയ്തപ്പോ ഒരാള് അഭിനയത്തിന്റെ പേരില് നമ്മള് ഷൗട്ട് ചെയ്യുന്നു. പിന്നെ കൂടുതൽ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ആർക്കും എന്നെ അത്ര ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഈ നെഗറ്റീവ് ക്യാരക്ടർ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തി ഇതുപോലെ അവരുടെ ദേഷ്യം വാങ്ങാനും ഭയങ്കരമായിട്ടുള്ളൊരു അഭിനയം വേണം. അത് ഇപ്പോഴാണ് എല്ലാരും പറഞ്ഞു തരുന്നത് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. അന്ന് അപ്പോഴും ഇത് അറിയില്ലായിരുന്നു. അപ്പൊ അന്ന് ആരും ഈ ഹീറോയിൻസിന്റെ ഒക്കെ കൂടെ എല്ലാവരും പോയി നിന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു. എൻ്റെ കൂടെ ആരും വന്ന് ഫോട്ടോ എടുക്കൂല. കാരണം
ആ കുട്ടി അങ്ങനത്തെ സ്വഭാവക്കാരിയാണ് എന്ന് നമ്മൾ ഈ ചിന്തിച്ചിട്ട് സീരിയലിൽ ഉള്ള ക്യാരക്ടർ നമ്മൾ ഒറിജിനൽ ആന്ന് വിചാരിക്കുന്ന ആളുകൾ അതെ ഉണ്ടാവും അല്ലേ? അതെ 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 ഈ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ യൂട്യൂബൊക്കെ വന്നതിന് ശേഷമാണ് നമ്മുടെയൊക്കെ ക്യാരക്ടർ എന്താന്ന് ഒട്ടുമിക്കറിലും എത്തുന്നത്. അതുവരെ ശരിക്കും നമ്മൾ ഇതാണ് സ്വഭാവം എന്നാണ് എല്ലാരും വിചാരിച്ചിരുന്നത്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എന്താ അറിയോ, നമ്മൾ ഈ ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പൊ കുറച്ചിങ്ങനെ പരിചയപ്പെട്ട് വരുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ സീരിയലിലെ വില്ലത്തികളെ അഭിനയിച്ചവരാണ് ഏറ്റവും പാവം റിയൽ ലൈഫിൽ. അങ്ങനെയാണോ? റിയൽ ലൈഫിൽ പാവാണോ? അത് ഞാൻ പാവമാണോന്ന് വീട്ടിലുള്ളവരോട് ചോദിക്കണം. ആവശ്യ സമയത്ത് പ്രതികരിക്കാറുണ്ട്, പ്രതികരിക്കാതിരുന്നിട്ടില്ല.